പിന്നെയും പറഞ്ഞു നോക്ക്, നിങ്ങൾ വലിയ അദബ് സൂറത്തുൻ നൂറിൽ പഠിപ്പിക്കുന്ന വലിയ ബഹുമാനം. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങളിൽ ചിലരെ വിളിക്കും പോലെ വിളിക്കാൻ പാടില്ല. ഇന്നും ആ ബഹുമാനം നിലനിർത്തി പോകണം. അഥവാ അവിടുത്തെ പേര് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. അവിടുത്തെ പേര് പറഞ്ഞ് വിളിക്കാൻ പാടില്ല. ഉപ്പാന്റെ പേരിലേക്ക് ചേർത്തി വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പാടില്ല. നമ്മളെ പേര് പറഞ്ഞ് വിളിക്കുന്നതിനൊരു കുഴപ്പമില്ല. നമ്മളെ വാപ്പാന്റെ പേരിലേക്ക് ചേർത്തിയിട്ട് വാപ്പാന്റെ മോനെ എന്നുള്ള അർത്ഥത്തിൽ വിളിക്കുന്നതിനും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കേണ്ടത് അല്ലാഹു തആല വിളിച്ച വിളിയുണ്ടല്ലോ ഖുർആനിൽ, അതേ ബഹുമാനത്തോടെയാ വിളിക്കേണ്ടത്. ഒരൊറ്റ സ്ഥലത്തും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് അല്ലാഹു വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയൂ, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെയാ വിളിച്ചത്. അതേ സമയത്ത് മറ്റു നബിമാർക്കൊന്നും ഇല്ലാത്തൊരു ബഹുമാനമാണത്. യാ ആദമൂന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ ഇബ്രാഹിമൂന്ന് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ മൂസ എന്നല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ ഈസ എന്നല്ലാഹു വിളിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ ബഹുമാനം കൽപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് കദുആഇ ബഅദികും ബഅദാ, കൂട്ടുകാര് കുടുംബക്കാര് പരസ്പരം വിളിക്കും പോലെ ആകരുത്. നല്ല ബഹുമാനത്തോടെ വിളിക്കണം. മറ്റൊന്ന് നോക്ക്, നിങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ മറ്റുള്ളവരെ ദുആനെ പോലെ വിശ്വസിക്കരുത്. വേറൊരു തഫ്സീറാണത്. ലാ തജഅലൂ ദുആ അർ-റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്താൽ മറ്റുള്ളവരെ ദുആനെ പോലെ അതിനെ കണക്ക് കൂട്ടരുത്. ഫഇന്ന ദുആഹു മുസ്തജാബുൻ, അവിടുത്തെ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രതികൂലമായി തങ്ങൾ ദുആ ചെയ്താൽ നല്ലോണം കരുതണം, സൂക്ഷിക്കണം. പിന്നെ ആ കൂട്ടത്തിൽ പെട്ടുപോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, പരത്തി പറയേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ ലാനത്ത് കൊണ്ട് ദുആ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹും ലാനത്ത് കൊണ്ട് പ്രാർത്ഥിച്ചതല്ലേ. അതേ ശാരിബുൽ ഖംർ, ആ കള്ള് കുടിക്കുന്നവൻ, മദ്യപാനി, അതിന് വിൽപ്പന നടത്തുന്നവൻ, അതിന്റെ വർക്ക് ചെയ്യുന്ന ആള്, അതിന് സഹായിക്കുന്ന ആള്, അത് ഏറ്റിക്കൊണ്ടുവരുന്ന ആള്, അതിനു വേണ്ടി കാവൽ നിൽക്കുന്ന ആള്, അത് പീഞ്ഞു കൊടുക്കുന്ന ആള്, അത് ചാറാക്കി ജ്യൂസാക്കി കൊടുക്കുന്ന ആള് തുടങ്ങി ആ വിഷയവുമായി ബന്ധപ്പെട്ട് 10 ആളുകളെ ലാനത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ലാനത്ത് ചെയ്ത ആളുകളിൽ ഉൾപ്പെടാൻ പാടില്ല. അവരുടെ പ്രാർത്ഥന ശരിക്കങ്ങ് ഫലിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാനത്ത് കൊണ്ട് പറഞ്ഞ ആളുകളെ ഒറ്റ ലിസ്റ്റിലും പെടാൻ പാടില്ല. ഒരുപാട് ആളുകളെ അങ്ങനെ എണ്ണിയിട്ടുണ്ട്. ആ മെമ്പർമാരിൽ ആ ദുഷിച്ച വിഭാഗങ്ങളിൽ ഒന്നിലും പെടരുത്. കാരണം അവിടുന്ന് ദ്വാരുന്ന ദുആ സാധാരണ ദുആ അല്ല. ആ ദുആന് ഉത്തരമുണ്ട് എന്ന് ഉറപ്പാ, ഒരു സംശയവും ആ വിഷയത്തിലില്ല. മറ്റുള്ളവരെ ദുആനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആനെ കാണരുത്. അങ്ങനെ കണ്ടാ വലിയ നഷ്ടമാണ്. എല്ലാവരുടെയും ദുആ ഒരുപോലെയല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ഗൗനിക്കണം, പ്രത്യേകം നോക്കണം. കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വിളിക്കുമ്പോ ശബ്ദം ഉയർത്തി വിളിക്കരുത് എന്നും ഇതിനൊരു വിവക്ഷയുണ്ട്. ലാ തജ്അലൂ ദുആ അർ-റസൂൽ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾക്കിടയിൽ പരസ്പരം മറ്റുള്ളവരെ ഒച്ച കൂട്ടി വിളിക്കും പോലെ വിളിക്കരുത്. ഇന്നും വിളിക്കരുത്. അവിടുത്തെ ശറഫാക്കപ്പെട്ട ഹദ്റത്തിലും വിളിക്കരുത്. ബഹുമാന പുരസ്സരം ശബ്ദം താഴ്ത്തിയിട്ടേ വിളിക്കാവൂ, അല്ലാതെ വിളിക്കാൻ പാടില്ല. അനാദരവാണ്, ബഹുമാനത്തിനെതിരാണ്. ആ വിളിച്ചാൽ നമ്മൾ കുഴങ്ങിയ തന്നെ, എല്ലാ വിഷയത്തിലും നമ്മൾ തകർന്ന തന്നെ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളി സാദാ വിളി പോലെ കാണരുത്. ഇനി മറ്റൊരു തഫ്സീറുണ്ട് അതിന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ വിളിച്ചാൽ ബാപ്പ വിളിക്കും പോലെയല്ല, ഉമ്മ വിളിക്കും പോലെയല്ല, കൂട്ടുകാരൻ വിളിക്കും പോലെയല്ല. അവിടുത്തെ വിളിയാളത്തിന് ഉടനെ ഉത്തരം ചെയ്തോളണം. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. ഉമ്മ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ കൈകഴിച്ച് ഉത്തരം ചെയ്യണമെന്നല്ലേ? ബാപ്പ വിളിച്ചാൽ സുന്നത്ത് നിസ്കാരത്തിൽ കൈകഴിച്ച് ഉത്തരം ചെയ്യണമെന്നല്ലേ? ഫർള് നിസ്കാരത്തിൽ അവർ രണ്ടുപേരും വിളിച്ചാലും കൈകഴിക്കാൻ പാടില്ലല്ലോ. എന്നാൽ ഫർള് നിസ്കാരത്തിലാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നാണ് ദീനിന്റെ നിയമം. അല്ലാഹു തആലാന്റെ ഈ ആയത്താണ് അതിന് തെളിവ്. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു, ഹൻദല റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭാര്യയോടുകൂടെ സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനൗൺസ്മെന്റ് വരുന്നത്. സഹാബിമാരോട് തയ്യാറായി സമരരംഗത്തേക്ക് പുറപ്പെടാനുള്ള അനൗൺസ്മെന്റ് വന്നപ്പോ, ഞാൻ ഇനി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി വാഹനമൊക്കെ ഒരുക്കി പോകുമ്പോഴേക്ക് എത്താന് നേരം വൈകി പോകും. ഉടനെ എത്തണമെന്നല്ലേ അള്ളാഹുവിന്റെ നിർദ്ദേശം? വിളിച്ചാൽ ആ വിളിക്ക് പിന്നെ താമസം കൊടുക്കരുത് എന്നല്ലേ? ഉടനെ ഇറങ്ങി പുറപ്പെട്ടുപോയി. ആ യുദ്ധത്തിൽ ഷഹീദായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, ഹൻദല റളിയല്ലാഹു അൻഹുവിനെ മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു. സ്വഹാബത്ത് പോയി നോക്കുമ്പോ തലഭാഗത്ത് നിന്ന് താഴോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. വെള്ളം ഒഴിക്കുന്നവരവർ കാണുന്നില്ല. വെള്ളം ഒഴുകിപ്പോകുന്നത്, ഒലിച്ചു പോകുന്നത് സ്വഹാബത്ത് കാണുന്നുണ്ട്. അപ്പോഴാണ് കുടുംബക്കാരിയോട്, സ്വന്തം ഭാര്യയോട് പോയി വിഷയങ്ങൾ ചോദിച്ചപ്പോ ഭാര്യ പറയുന്നത്, വിളിക്കുത്തരം ചെയ്യാൻ നേരം വൈകുമെന്ന് കരുതിയിട്ട് ഉടനെ ഇറങ്ങി പുറപ്പെട്ടതാണ്, കുളിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് ഡയറക്റ്റായി എത്തുന്ന ശരീരമല്ലേ, റൂഹല്ലേ ശുഹദാഇന്റേത്. അവർക്കൊരു വിഷമവും തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല പ്രത്യേകം മുനാജാത്ത് ചെയ്യുന്നവരാണ് ശുഹദാക്കൾ. അപ്പൊ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് എത്തുമ്പോ ഒരു പരിശുദ്ധിയുടെ കുറവുണ്ടാകരുത് എന്ന് കരുതിയിട്ട് മലക്കുകൾ ബഹുമാനം നൽകുന്നു. ഈ ബഹുമാനത്തിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പോ വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്തതാണ്. ഒരു മിനിറ്റ് പോലും താമസിച്ചില്ല. അതേ സ്വഹാബത്തിന്റെ വലിയ ഈമാനാണത്. ആ ഈമാനാണ് ലോകത്ത് എല്ലാവരും സ്വീകരിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്കും അത്തരത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. തങ്ങൾ വിളിക്കുമ്പോ ഉത്തരം ചെയ്തു പോകൽ ഫർളാണ്, ലാസിമാണ്. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കെ തങ്ങൾ വിളിച്ചു. വിളിക്കുത്തരം ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞു, ഞാൻ നിസ്കാരത്തിലായിരുന്നു. അപ്പൊ ചോദിച്ചു, അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅകും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യണം. നിസ്കാരം ഒന്നോ മറ്റോ വ്യത്യാസമില്ല. അതെ, അവിടുത്തെ വിളിക്ക് വലിയ ബഹുമാനമുണ്ട്. അവിടുത്തെ പോയി വിളിക്കുന്ന വിളിക്കും ബഹുമാനമുണ്ട്. കുറെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വന്നുകൊണ്ട് തങ്ങളെ വിളിച്ചു. കുറച്ചു നേരം അവിടെ അങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ തങ്ങൾ പുറത്തേക്ക് വരും. പക്ഷെ അവർക്ക് സഹിച്ചില്ല. അവർ വീടിന്റെ പുറത്തുനിന്ന് വിളിച്ചു. ഈ പുറത്തുനിന്ന് ഉള്ളിലേക്ക്, നമ്മളൊക്കെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് വിളിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പുറത്ത് വന്ന് ഉള്ളിലേക്ക് വിളിച്ചതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, അക്സറുഹും ലാ യഅഖിലൂൻ. ആ വിളിച്ച ആൾക്കാരിൽ അധികം ആൾക്കാർ തങ്ങൾ പ്രശ്നമാക്കണ്ട, ബുദ്ധിയില്ലാത്തവരാണ്. അതിനേക്കാളും വലിയ വിമർശനം എന്തെങ്കിലും ഉണ്ടോ? ഒരാളെ സംബന്ധിച്ച് അയാൾ സമ്പത്തില്ലാത്തവരാണോ സഹിക്കാം? ബുദ്ധിയില്ലാത്തവനാന്ന് പറഞ്ഞ പൊട്ടനാന്നല്ലേ ഇതിനർത്ഥം? അക്സറുഹും ലാ യഅഖിലൂൻ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്. ബഹുമാനത്തിന്റെ കുറവ് കൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പ്രയോഗിച്ചത്. മുറിക്കപ്പുറത്ത് വെച്ച് മുന്നിൽ വെച്ച് തങ്ങളെ വിളിച്ച ആളുകൾ അക്സറുഹും ലാ യഅഖിലൂൻ, കഥയില്ലാത്തവരാണ് നബിയെ, പ്രശ്നമാക്കണ്ട.
വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. എപ്പോഴാണോ തങ്ങൾ പുറത്തു വരുന്നത് വരെ വിളിക്കാതെ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതാണ് അവർക്ക് ഖൈർ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വരും എന്ന് കരുതിയിട്ട് റമദാനിൽ കുറെ നേരം കാത്തു നിന്നു സഹാബത്ത്. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ പള്ളിയിൽ ഒരിക്കൽ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. തറാവീഹാണത്, ഒറ്റക്ക് അങ്ങനെ നിസ്കരിച്ചു. അത് കണ്ടിട്ട് സ്വഹാബത്ത് അങ്ങനെ നിസ്കരിച്ചു ഒരു ദിവസം. പിറ്റത്തെ ദിവസം സുബൈക്ക് വന്ന ആൾക്കാർ, നിങ്ങൾ ഇന്നലെ ഇശാന്റെ ശേഷം ഉണ്ടായിരുന്നോ? ഇല്ല, ഇശാന്റെ ശേഷം ഇവിടെ ഒരു നിസ്കാരം ഉണ്ടായിരുന്നു. നിങ്ങൾ വേഗം പോയില്ലേ? ഇശാന്റെ സുന്നത്തൊക്കെ കഴിഞ്ഞ് ഇശാന്റെ ശേഷം തങ്ങൾ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോ? ഒന്നും ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. രാവിലെ അത് പറഞ്ഞപ്പോൾ വരാത്തവരൊക്കെ പിറ്റേന്ന് വന്നു. പിറ്റേന്ന് കുറച്ച് ആൾ കൂടി. അന്നും തങ്ങൾ നിസ്കരിച്ചു, അവരത് കണ്ടിങ്ങനെ നിസ്കരിക്കാം. രണ്ടാമത്തെ ദിവസം ആളുകൾ പല ഭാഗത്തു നിന്ന് വന്നപ്പോൾ വരാത്ത ആളുകളോട് പറഞ്ഞു, നിങ്ങൾ വന്നല്ലേ മിഞ്ഞാന്നുണ്ടായിരുന്നു? എവിടെ നിങ്ങൾ? ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇശാന്റെ ശേഷം നിസ്കാരം റമദാന്റെ രാത്രിയല്ലേ നിർവഹിച്ചു. ഇന്നലെ എനിക്ക് കൂടാൻ കഴിഞ്ഞു. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെയും കഴിഞ്ഞ ദിവസമൊക്കെ കൂടി ആൾക്കാരുണ്ട്, പേര് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരോടൊക്കെ പോയി അന്വേഷിച്ചു. മൂന്നാമത്തെ ദിവസം ഇശാഇന്റെ ജമാഅത്തിന് നിറയെ ആള്, സാധാരണയിൽ കവിഞ്ഞ ആളുകൾ ഇശാഇന്റെ ജമാഅത്താകുമ്പോൾ ആളിങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇശാ നിസ്കാരം കഴിഞ്ഞ് തങ്ങൾ നേരെ റൂമിലേക്ക് കയറി. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ വരുന്ന എഴുതിയിട്ട് ഇവര് നല്ലോണം ക്ഷമിച്ച് കാത്തിരിക്കുകയാണ്. ഒരൊറ്റ കുട്ടിയും വിളിച്ചിട്ടില്ല കേട്ടോ, വിളിക്കൂല, അവരെ ബഹുമാനാണ്. ഏകദേശം പാതിരാത്രി വരെ കാത്തിരുന്നു. നിസ്കാരത്തിന്റെ തറാവീഹ് നിസ്കാരത്തിന്റെ ഒരു മഹത്വം ഉൾക്കൊണ്ട സ്വഹാബ പതുക്കെ ചിലരൊക്കെ ഒന്ന് ഇങ്ങനെ കൂറ്റാനക്ക്, വലിയ ശല്യാകാത്ത രൂപത്തിൽ ഇങ്ങനെ കൂറ്റാനക്കി നോക്കി. പിറ്റേന്ന് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കൂറ്റാനക്കിയതും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അന്യോന്യം പതുക്കെ ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ വരും, കുറച്ച് ഞാൻ വരുന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളടുത്തേക്ക് വന്ന് ഞാനത് ആ സൗന്ദര്യത്തോട് നിസ്കരിച്ചാൽ നിങ്ങൾക്കത് ഫർലാക്കപ്പെടുമോ എന്നെനിക്കൊരു പേടി. നിങ്ങളെ പേടിച്ചിട്ടല്ല, നിങ്ങൾ ഇനി 100 റക്അത്ത് ഫർലാക്കിയത് നിസ്കരിക്കും. പക്ഷേ നിങ്ങളൊന്നും അല്ല, എൻ്റെ ഉമ്മത്തിൽ നിങ്ങളെക്കാൾ ദുർബലതയുള്ള ഒരുപാട് ആളുകൾ വരാനുണ്ട്, ഒരുപാട് അംഗങ്ങൾ വരാനുണ്ട്. അവർക്കാർക്കെങ്കിലും ഇതിലൊരു പ്രയാസം വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത്. റഹ്മത്തുല്ലിൽ ആലമീൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങാത്ത, അതിർവരമ്പുകളില്ലാത്ത അനിർവചനീയമായ സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മളൊക്കെ ഓർത്തിട്ട് സഹോദരങ്ങളെ തങ്ങളവിടെ ഇരുന്നതാണ്. അവരാവേശം കണ്ട് തങ്ങൾ ഇറങ്ങി വന്നാൽ നമ്മളെ പേടിച്ചിട്ട് നമുക്കൊരു ഭാരമാകരുത്, പ്രയാസമാകരുത് എന്നൊരൊറ്റ നിശ്ചയം കൊണ്ട്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട്. ഹരീസുൻ അലൈക്കും എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? നിങ്ങളോട് വല്ലാത്ത താല്പര്യമാണ്. അത്ര താല്പര്യമുള്ള ഒരാൾ നിങ്ങളെ കുടുംബത്തിലില്ല, നാട്ടിലില്ല, കൂട്ടുകാരില്ല, എവിടെയുമില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളോടൊരു വല്ലാത്ത ആഗ്രഹമാണ്, വല്ലാത്ത താല്പര്യമാണ് എന്ന് പറഞ്ഞല്ലോ മുഅ്മിനീങ്ങളുടെ താല്പര്യത്തെ പറ്റി. ആ താല്പര്യമാണത് തങ്ങൾ അവിടെ ഇരുന്നത്. എങ്ങാനും അവരാവേശം കൊണ്ട് ഫർദാക്കപ്പെട്ടാൽ എൻ്റെ ഉമ്മത്തിലെ എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയായി അവർക്ക് തോന്നിയാൽ അതൊരു വിഷമമല്ലേ? അതുകൊണ്ടത് വേണ്ടാന്ന് വെച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ തങ്ങളെ വിളിയെ ബഹുമാനിക്കണം, തങ്ങളെ വിളിക്കുന്നത് ബഹുമാനിക്കണം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിസ്കാരത്തിൽ വിളിക്കുന്ന വിളിയും അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ വളരെ ബഹുമാനത്തോടെയുള്ള വിളിയാണ്. എപ്പോഴെങ്കിലും മെഹ്റാബികൾ കയറി വന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ സ്വഹാബത്തിനത് കേൾക്കുമ്പോഴേക്ക് വല്ലാത്ത വിഷമമാണ്. ശബ്ദം കൂടിപ്പോയാ ഉടനെ അവർ പറയും സൗണ്ട് വർക്ക് അങ്ങനെ ഉറക്കെ പറയല്ല. ആറാബികൾക്ക് പിന്നെ അത്രയല്ലേ അറിവുള്ളൂ, പരിഷ്കാരമുള്ളൂ. സ്വഹാബത്ത് പറയും ആറാബികൾ വരുന്നത് നല്ലതാണ്, കാരണം നല്ല കഴമ്പുള്ള ചോദ്യം ചോദിക്കും. പക്ഷെ അവരെ പെരുമാറ്റം വലിയ വിഷമാണ്. ചിലപ്പോൾ ഓടിങ്ങോട്ട് വരും, സദസ്സിലേക്ക് ഉറക്കെ വിളിക്കും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ സഹോദരങ്ങളെ, അവരിങ്ങനെ കയറി വന്നിട്ട് നല്ല ചോദ്യം ചോദിക്കും.
ചില ചോദ്യങ്ങളൊക്കെ സ്വഹാബത്ത് ചോദിക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ എന്തേ ചോദിക്കാതിരുന്നത്? ഇപ്പം അതിനെ പറ്റിയ അവസരമാണോ അല്ലേന്ന് അവർക്കൊരു ആശങ്ക. ഈ ചോദ്യം അറാബികൾ വന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ എന്നോ കരുതിയതാട്ടോ. അപ്പൊ ആ ചോദ്യവും കിട്ടി, ഉത്തരവും കിട്ടി. ഇൽമ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു വിഷയം സ്വഹാബത്തിന് വേറല്ലല്ലോ. അത്രയും വലിയ ദാഹാണ് ഇൽമിനോട്. അപ്പൊ അവര് വരുന്നത് സന്തോഷാണ്, പക്ഷെ അവരുടെ ഇടപഴകല് സഹിക്കൂല. ഓടിങ്ങോട്ട് വരും. ചിലപ്പോൾ സ്വഹാബത്തൊന്നും ആ സദസ്സിലേക്ക് ഓടി വരൂല. അവർ പതുക്കെ നടന്നു വരുന്ന നടത്തം തന്നെ ഭൂമി അറിയൂല. എന്നിട്ടല്ലേ അവര് വന്ന് വളരെ പതുക്കെ ഇരിക്കുള്ളൂ. ഓടിങ്ങോട്ട് വരും. വന്നിട്ടോ ഒരൊറ്റ വിളി വിളിക്കും, ഉറക്കെ വിളിക്കും. അപ്പോഴേക്ക് സ്വഹാബത്ത് ഇങ്ങനെ തോണ്ടിയിട്ട് പറയും, ഓലുലും മീൻ സോത്തിക്ക്, ഒന്ന് സൗണ്ട് കുറച്ച് പറയും. എന്തൊരൊച്ചയിലാ പറയണത്, സൗണ്ട് കുറക്ക്. അപ്പൊ അവരിങ്ങനെ വിളിക്കുന്ന ആ വിളി ഉണ്ടല്ലോ, യാ മുഹമ്മദ് എന്ന വിളി, അല്ലാഹു തആല പറഞ്ഞത് പറ്റൂല. ലാ തജഅലൂ ദുആ അർ-റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദാ. ഒരു ഭാഷയിൽ പോലും ഒരു ആദരവ് കുറവുണ്ടെങ്കിൽ പ്രയോഗിക്കരുത് എന്നല്ലേ അള്ളാഹുവിന്റെ ഉത്തരവ്. ആട്ടിടയന്മാരൊക്കെ പോലെ കണക്ക് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പ്രമാണികളായ നേതാക്കളോട് അന്നത്തെ കാലത്തെ അനുയായികൾ തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഗൗരവത്തിൽ പറയുന്നൊരു വാക്കാണ് റായിന റായിന. ദുരർത്ഥം ദ്വയർത്ഥം അതിനുണ്ടായത് കൊണ്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലൂ റായിന വഖൂലൂ ഉൻദുർനാ. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുമ്പോ ഞങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കണം, ഞങ്ങളെ കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് പറയുമ്പോ റായിന എന്ന വാക്ക് നിങ്ങൾ പറയരുത്. പകരം ഉൻദുർനാ, ബഹുമാനത്തിനൊരു കുറവും വരാത്ത വാക്കുപയോഗിക്കണം. അപ്പൊ പദപ്രയോഗം നടത്തുന്നത് പോലും മറ്റുള്ളവരോട് നടത്തുന്ന പദപ്രയോഗമാകരുത്. വളരെ ബഹുമാനമുള്ള പദപ്രയോഗമേ നടത്താവൂ. ചോദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വിളിക്കുത്തരം ചെയ്യുമ്പോഴും എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഖദ് യഅലമുല്ലാഹുല്ലദീന യതസല്ലലൂന മിൻകും ലിവാദാ. നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ചുളിവില്ലൂരിപ്പോരുന്ന ആളുകളെ അള്ളാഹുവിന് അറിയാം. അതാരാണ്? മുനാഫിക്കുകളാണ്. സമ്മതം ചോദിക്കൂല, പെട്ടെന്ന് അറിയാതെ അവരങ്ങ് ഊരിപ്പോകും. നേട്ടം കിട്ടി, വല്ല സന്തോഷം കിട്ടിയെന്ന് കണ്ടാ പിന്നെയും അവിടെ എത്തും. സമ്മതം ചോദിക്കാനൊന്നും അവർ നിൽക്കൂല. ഇറങ്ങിപ്പോരുന്ന ആൾക്കാരാണ്. അവരെ അള്ളാഹുവിന് ഓർമ്മയുണ്ട്, അറിയുന്നുണ്ട്. പിന്നൊരു താക്കീത് ചെയ്യുകയാണ് നമ്മളോടെല്ലാവരോടും, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പനയ്ക്ക് എതിര് ചെയ്യുന്ന ആളുകള് നല്ലോണം കരുതണം, നല്ലോണം സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനിന് എതിരായിട്ട്, ദീനിന്റെ വിഷയങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലൊക്കെ പ്രവർത്തിക്കുന്ന പറയുന്ന ആളുകള് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? സഹോദരങ്ങളെ, അത് മദ്രസയുടെ വിഷയമാണെങ്കിലും വഅലിന്റെ വിഷയമാണെങ്കിലും വഅല് കേൾക്കാൻ വരുന്നവരോടുള്ള വിഷയമാണെങ്കിലും ഏതേത് കാര്യമാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് നബി തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം. അൻതുസീബഹും ഫിത്ന. ആ കാര്യം കൊണ്ട് ദുനിയാവിൽ വലിയ പരീക്ഷണം വരും. സമ്പത്തിൽ പരീക്ഷണം വരും, ശരീരത്തിൽ പരീക്ഷണം വരും, മക്കളിൽ മാരകമായ രോഗം വരും. ഞാൻ പറയല്ല, ഖുർആൻ പണ്ഡിതന്മാരുടെ തഫ്സീറാണ്. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി. ദീനിന്റെ കാര്യത്തിൽ നബി തങ്ങളോട് ധിക്കാരം പ്രവർത്തിക്കുന്നവര്, അള്ളാഹുവിന്റെ ദീനിന് ഖൈറായ നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം അത് മുടക്കാൻ ശ്രമിക്കുന്നവര്, അതിന് എതിരായി പ്രവർത്തിക്കുന്നവര്, ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവര്, സദാസമയത്തും ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഗ്രൂപ്പ് തിരിച്ചു കുറ്റം പറയുന്നവര്, അവരൊക്കെ നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അൻതുസീബഹും ഫിത്ന. ഭീകരരംഗങ്ങൾ അവർ തരണം ചെയ്യാതെ ദുനിയാവെന്ന് പോകൂല. ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് വരും. അതേ, മക്കളിലും അവർക്ക് ഫിത്ന വരും, സമ്പത്തിലും അവർക്ക് പരീക്ഷണം വരും, എല്ലാ ഘട്ടങ്ങളിലും സഹിക്കാൻ കഴിയാത്ത പരീക്ഷണം വരും. കാരണം ബഹുമാനിക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച മാർഗങ്ങൾ. അതിനെതിരായി പ്രവർത്തിക്കുമ്പോ വലിയ പരീക്ഷണം വന്നു ചേരും. ആ പരീക്ഷണം സഹിക്കുന്നതിലും അപ്പുറമാണ്.
എന്താണ് ആ പരീക്ഷണത്തിന് വിവിധ കൊടുത്ത തഫ്സീറുകളിൽ ഒന്ന് അവരെ കൽബുകൾക്ക് സീല് വെച്ച് കളയും. ഒരു നന്മയും ഒരു കേൾക്കൂല, ഒരു വാളും ഓൾക്ക് ഫലിക്കൂല. എത്ര വലിയ ഹോജരാജാവ് വന്ന് വാതറിഞ്ഞാലും ആ വാതോല കൽബിലേക്ക് യേശൂല. കാരണം എന്താ? ഒരു ദീനിനെതിരാണ്, ദീനിന്റെ പ്രവർത്തനങ്ങൾക്കെതിരാണ്. കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചൊരു വിഷയമാണ് ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം. അതിനവരെതിരാണ്, അതിനവർ ഭിന്നിപ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച കാര്യങ്ങളിലോട് എതിര് ചെയ്യുന്നവർ നന്നായി കരുതണം. വലിയ പരീക്ഷണം വരും. ചില തഫ്സീറുകൾ കാണാം, അവരെ ഖൽബിൽ നിഫാഖ് വന്നുകൂടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ബിദ്അത്തുകാരായി പോകും, നിഫാഖ് വന്നു ചേരും, മുനാഫിക്കുകളായിട്ട് പിരിയേണ്ടി വരും. ഔ യുസീബഹും അദാബുൻ അലീം. ദുനിയാവിൽ ഇങ്ങനെ നിഫാഖും കാര്യങ്ങളൊക്കെ വരും. ആഖിറത്തിലെത്തുമ്പോഴോ കടുത്ത ശിക്ഷ അവർക്ക് വരും. എന്റെ വക ഞാൻ വായിച്ച തഫ്സീറല്ല, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ കൊണ്ടുവന്ന തഫ്സീറിൽ കാണാം, അൻ തുസീബഹും ഫിത്ന ഐ ഫീ ഖുലൂബിഹിം. ദീനിനോട് എതിരാകുന്ന ആൾക്കാർ സ്വഭാവത്തിൽ എങ്ങനെ വരും? ശരിക്കും അള്ളാന്റെ ദീനിന്റെ ഇൽമിനെ ബഹുമാനിക്കാത്ത ആൾക്കാർ സ്വഭാവം അങ്ങനല്ലേ? നിങ്ങൾ നോക്കൂ, ഉസ്താദുമാരൊക്കെ പറയുന്ന ഒരു കഥ കാണാം. 100 മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും ചെലവ് കൊടുത്ത മലപ്പുറത്തെ പഴയ കാലത്തൊരു ഹാജി കാഫിറായിട്ടാണ് ചത്തുപോയത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചോദിക്കൂല, എങ്ങനെ ഈ 100 മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും ചെലവ് കൊടുത്ത ഹാജിയാർ കാഫിറായി ചത്തുപോയി? ആ ഉസ്താദിനെയും മുത്തഅല്ലിമീങ്ങളെയും അവരെ ഇൽമിനെയും ചോദ്യം ചെയ്തു. അയാൾ പരിഹസിച്ച് അപമാനിച്ച് ഫിത്ന ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് പുറത്താക്കി. മനസ്സിന്റെ വേദനയോടുകൂടെയാണ് ആ വലിയ പണ്ഡിതൻ നാട് വിട്ട് ഇറങ്ങിപ്പോയത് മറ്റൊരു സ്ഥലത്തേക്ക്. 100 മുത്തഅല്ലിമീങ്ങൾക്ക് ദർസുന്ന ഒരു മഹാപണ്ഡിതൻ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരു ആലിമ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ഏതെങ്കിലും ഉസ്താദ്മാരെ പോലെയല്ല, അത്രയും വറയിൽ ജീവിക്കുന്ന ആള്. ഇത്രയും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതിൽ രക്ഷപ്പെട്ടോ? കാഫിറായി ചത്തുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് ദുനിയാവിൽ കിട്ടുന്ന ഒരു പരീക്ഷണമാണ്. നിഫാഖുൻ മിൻ കുഫ്രിൻ ഔ നിഫാഖിൻ ഔ ബിദ്അ. അള്ളാഹുവിന്റെ ദീനിനോട് കളിക്കുന്ന ആളുകൾ അവരൊന്നുകിൽ കാഫിറായി ചത്തുപോകും, അല്ലെങ്കിൽ മുനാഫിക്കായി ചത്തുപോകും, അല്ലെങ്കിൽ മുബ്തദിയായി തീരുന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി വലിയ പണ്ഡിതനല്ലേ, വലിയ ആലിമല്ലേ, വലിയ ആലിമാര്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഖിബിലക്ക് എന്തെങ്കിലും വിഷയം വന്നാലും മുപ്പർ ഒറ്റ നോട്ടം നോക്കിയിട്ട് ഖിബില ശരിയല്ല എന്ന് കറക്റ്റ് കാണിച്ചു. അത്രയും വലിയ പണ്ഡിതനാണ്. മക്കളക്കാരാ? മക്കള് കുല്ലും വിദേഹത്ത. ഇതങ്ങനെ വരാൻ കാരണം എന്നറിയോ നിങ്ങൾ? ഉസ്താദുമാരൊക്കെ പറഞ്ഞ ഷെയ്ഖുന ഉസ്താദ് അവരൊക്കെ പറയേണ്ട ആ ചരിത്രമൊക്കെ അള്ളാഹു ഒരു കാഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് ആലിമ്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് വെല്ലൂരിലെ ഒരു ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിച്ച് തൃപ്തിപ്പെടാത്തൊരു വിഷയമാണ്. ദീനോട് കളിക്കാൻ പാടില്ല, ദീനിന്റെ ഷിയാറുകളോട് കളിക്കാൻ പാടില്ല. വേറെ ദുന്യാവിലൊന്നും സംഭവിച്ചില്ല എന്ന് വരും. ഹൈ ലെവലും ഹൈ പവറൊക്കെ ജീവിച്ചു വരും. ഖൽബിലെ ഈമാൻ അങ്ങ് പോകും. ആഖിറത്തിലെത്തുമ്പോൾ മുസ്ലിം പക്ഷത്താളുണ്ടാകൂല, ഇസ്ലാമിന്റെ വരിയിലുണ്ടാകൂല. ഔ യുസീബഹും അദാബുൻ അലീം. കടുത്ത ശിക്ഷ ദുന്യാവിലും വരും, ആഖിറത്തിലും വരും. ദുന്യാവിലെ കടുത്ത ശിക്ഷ എന്താണ്? ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായും സന്താനപരമായും സ്വന്തം ശരീരത്തിലും കടുത്ത പരീക്ഷണങ്ങൾ അല്ലാഹു തആല നൽകും. ആഖിറത്തിൽ സഹിക്കാൻ പറ്റാത്ത ശിക്ഷ നൽകും. അതൊരു വാണിംഗ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം ഇങ്ങോട്ട് പറഞ്ഞ് ആ ആയത്തിന്റെ അവസാനം തന്നെ അള്ളാഹു പറയുന്നു, ഈ ബഹുമാനത്തിനെതിരായി പ്രവർത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനത്തിനെതിരായി പ്രവർത്തിക്കരുത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് പിഴച്ച ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അതില്ല. ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പേര് പറയണ്ട, ഞാൻ ഇനി വളർത്തണ്ടല്ലോ. ഒരു പ്രസ്ഥാനക്കാരുണ്ടായിരുന്നു. അവർ ദിക്ർ ചൊല്ലാൻ വേണ്ടി കുറെ ആൾക്കാരെ കൂട്ടി. ദിക്റിൽ നല്ല തന്നെ, പക്ഷെ അവരെങ്ങനെ ദിക്ർ ചൊല്ലിയെന്നറിയോ? നമ്മളിപ്പോ അള്ളാഹ് അള്ളാഹ് എന്നുള്ള ദിക്റില്ലല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു അള്ളാഹ് അള്ളാഹു അള്ളാഹ് ആ ദിക്റുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അഅലമുൽ അദ്കാർ എന്ന ദിക്റിനെ പറ്റി. ദിക്റുകൾ വലിയ ദിക്റാണ്. അള്ളാഹ് അള്ളാഹ് എന്നുള്ള ദിക്ർ വലിയ ദിക്റാണ്. ഇസ്മുൽ ആലമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഇവർ ചൊല്ലുന്ന ദിക്ർ മുഹമ്മദ് 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 എന്നാണ്. അന്നത്തെ ഉലമാവ് പറഞ്ഞത് പറ്റൂല, അത് അനാദരവാണ്. ഒന്നുകിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലണം, അല്ലാതെ വെറും അത് പറ്റൂല. അല്ലെങ്കിൽ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. ആ ഇസ്മു മാത്രം ഉച്ചരിക്കാൻ പറ്റൂല, ബഹുമാനത്തിനെതിരാണ്.
ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ശർഹിൽ മുല്ലാലിൽ ഖാരി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം പറ്റൂല. ബഹുമാനത്തിനെതിരാണ്. അലിമ്യ നഖശികാന്തം എതിർത്തപ്പോഴാണ് അവർ ആ ദിക്ർ നിർത്തിയത്. ബഹുമാനത്തിനൊരു കുറവുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുന്നതിൽ നമ്മളെ നാവ് കൊണ്ടോ നമ്മുടെ എഴുത്തുകൊണ്ടോ നമ്മളെ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു അനാദരവും വരാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവസാനം സൂറത്തുൻ നൂറിൽ അള്ളാഹു പറഞ്ഞു, അലാ അറിയണേ, ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തും ഭൂമിയിലൊക്കെ ഉള്ളത് ഇപ്പൊ പലരുടെയും കയ്യിലാണ്. പക്ഷെ എല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. എല്ലാം അള്ളാഹുവിന്റെ മിൽക്കിലാണ്, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. എല്ലാം നമ്മളെ സമ്പത്തും നമ്മളെ സമ്പാദ്യവും ഇവിടെയുള്ള രാഷ്ട്രങ്ങളും രാഷ്ട്രത്തിന്റെ മുതലും ഒക്കെ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഒരാളും കൊണ്ടുപോകൂല. ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോകും. പിരിയാത്തവനും തീരാത്തവനും നിലനിൽക്കുന്നവനും റബ്ബ് തആല മാത്രമല്ലേ? അവനാണത് മുഴുവനും അവകാശപ്പെട്ടത്. ഖദ് യഅലമു മാ അൻതും അലൈഹി, നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അല്ലാഹുവിനറിയാം. തീർത്തും നിങ്ങളെ മനസ്സിലെന്താണ്, നിങ്ങളെ നിലപാടെന്താണ്, നിങ്ങളെ സംസ്കാരം എന്താണ്, നിങ്ങളെ ആശയം എന്താണ്, അത് അല്ലാഹുവിന് അറിയും. നിങ്ങളിപ്പോ പരസ്പരം ആരും പറഞ്ഞില്ല എന്നല്ലേ പ്രശ്നം. വയൗമ യുർജഊന ഇലൈഹി, റബ്ബിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസമില്ലേ, അന്ന് മാലോകര് മുഴുവനും അറിയും. ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത കാര്യങ്ങൾ അവർക്ക് അല്ലാഹു ഓരോന്നും അറിയിച്ചു കൊടുക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം കൃത്യമായി അല്ലാഹു അറിയുന്നവനാണ്. ഓരോരുത്തരുടേതും ഓരോന്നും അറിയുന്നവനാണ്. മൊത്തത്തിൽ ഈ നാട്ടുകാരുടെ അറിവ് നമുക്കുണ്ടോ സഹോദരന്മാരെ? നമ്മളെ വീട്ടുകാരുടെ മൊത്തം അറിവ് നമുക്കുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിന്റെ ഇൽമത്ര പ്രവിശാലമാണ്. അറ്റമില്ലാത്ത അനന്തമായ ഇൽമല്ലേ. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അപ്പൊ ഇവിടെ എങ്ങനെ നടന്നാലും ആ വിഷയത്തെക്കുറിച്ച് അല്ലാഹു തആല രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്ന റബ്ബ് ആഖിറത്തിലെത്തിയിട്ട് അതൊക്കെ അറിയിച്ചു തരും. മാലോകര മുന്നിൽ അതൊക്കെ വെളിവാകും എന്ന നല്ലൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ്. അവിടെ തിരിയും ആരാണ് മുനാഫിഖുകൾ, ആരാണ് ഇഖ്ലാസ് ഉള്ളവർ, ആരാണ് മുഅ്മിനീങ്ങൾ, ഏത് ലെവലിലാ അവർ ജീവിച്ചത് ഒക്കെ അവിടെ നിന്ന് തിരിച്ചറിയും. അങ്ങനെ ഒരു സന്ദർഭം വരാനുണ്ട് എന്ന വിഷയം പറഞ്ഞിട്ടാണ് സൂറത്തുൻ നൂർ അവസാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ